തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നെ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം. ബ്രേക്ക് ത്രൂവിന്റെ 12 നിയമങ്ങളായിരുന്നല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്തോത്രം ദ ലോ ഓഫ് സപ്പോർട്ട്. അതിന്റെ 7-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്തോത്രം ജനിച്ചപ്പോൾ മുതൽ മുടന്തായിരുന്ന ആ പ്രിയ സഹോദരൻ സ്തോത്രം ആ ബാലനൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് ആമേൻ ശിഷ്യന്മാർ കൽപ്പിച്ചു. ശിഷ്യന്മാർ കൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ അവരുടെ കൈ പിടിച്ചു എഴുന്നേൽപ്പിക്കുമ്പോൾ സ്തോത്രം അവനെ സപ്പോർട്ട് ചെയ്ത് എഴുന്നേൽപ്പിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കാലുകൾക്ക് ബലം വന്നു. പറഞ്ഞാട്ടെ സ്തോത്രം. അവനെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കയ്യിൽ വെള്ളിയും അവൻ പൊന്നുമില്ല. സ്തോത്രം. എന്നാൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്തു. അവൻ എഴുന്നേൽക്കുമ്പോഴാണ് വ്യക്തമായിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് as he was supported to stand up. സ്തോത്രം. എഴുന്നേൽക്കുവാൻ അവന്റെ കൈക്ക് ബലം കൊടുത്തപ്പോൾ പെട്ടെന്ന് സ്തോത്രം തിരുവചനം പറയുന്നു അവനൊരു അതിശയം കിട്ടി. അടുത്ത സഹോദരനെ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ സ്തോത്രം. നീ ബലം കൊടുക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കും. നീ കവിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കും. നീ ചില വാക്കുകൾ പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. ലോ ഓഫ് സപ്പോർട്ട് ബ്രേക്ക് ത്രൂവിന്റെ ഏറ്റവും കാതലായ ഒരു വിഷയമാണ് ഇന്ന് ഒരു കാലം നമ്മൾ പഠിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കർത്താവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്ന ഒരു പകലായിരിക്കും. എൻകറേജ്മെന്റ്, സപ്പോർട്ട്. സ്തോത്രം. ഈ വാക്ക് തന്നെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ ഒരു വ്യക്തിയെ ബലപ്പെടുത്തുന്നതാണ് അവൻ ഒരു വിശ്വാസിയുടെ ഏറ്റവും മുഖ്യമായ ഒരു ചുമതല. എൻകറേജ് 2 വാക്കുകളാണ്. കറേജ് എന്ന് പറയുമ്പോൾ ബലം. സ്തോത്രം. എൻകറേജ് എന്ന് പറയുന്നത് ബലം കൊടുക്കുന്നതാണ്. സ്തോത്രം. ആർക്കാണ് നമ്മൾ ബലം കൊടുക്കുന്നത്? സ്തോത്രം. ആർക്കാണ് നമുക്ക് ബ്ലഡ് കൊടുക്കേണ്ടത്? ബ്ലഡ് ഇല്ലാത്തവനാണ് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത്. അപ്പം ബലമില്ലാത്തവനാണ് ബലം കൊടുക്കുന്നത്. ധൈര്യമില്ലാത്തവനാണ് ധൈര്യം കൊടുക്കേണ്ടത്. സ്തോത്രം. നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ ഇവിടെ ഈ ശിഷ്യന്മാര് സ്തോത്രം അവർ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ സ്തോത്രം എഴുതിയിട്ടുണ്ട്. ആമേൻ. ഞങ്ങളെ നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയുമില്ല പൊന്നുമില്ല. സ്തോത്രം. ഇതിന്റെ ആരംഭം തന്നെ ബ്രേക്ക് ത്രൂവിന്റെ ആരംഭം തന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? സ്തോത്രം. ഈ ശിഷ്യന്മാർ പറയാണ് ഫോക്കസ് ഓൺ us, we don't have anything, we have Christ. ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനെ കാണിക്കാനാണ്. രാമൻ പറഞ്ഞാട്ടെ. ഞാൻ കാണിക്കുന്ന ക്രിസ്തുവാണ് നിന്റെ ജീവിതത്തിൽ വിടുതൽ അയക്കാൻ പോകുന്നത്. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാണ് നിന്റെ അവസ്ഥകളെ മാറ്റാൻ പോകുന്നത്. അവൻ പ്രൊഫസ് ചെയ്യുന്ന ക്രൈസ്റ്റ് ആണ് നിന്റെ ജീവിതത്തിലും ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുന്നു സഭയെ അവൻ സ്തോത്രം ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ചിലര് നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽപ്പുണ്ട്. അവരുടെ ജീവിതം നോക്ക്. അവരുടെ ജീവിതത്തിൽ പരിശോധനകൾ വന്നപ്പോഴും, അവരുടെ ജീവിതത്തിൽ നിന്ദകൾ വന്നപ്പോഴും, അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നപ്പോഴും, ഒറ്റപ്പെട്ട പല അവസ്ഥകൾ വന്നപ്പോഴും അവർ തളർന്നില്ല. അതുകൊണ്ട് be encouraged. അടുത്തുള്ള സഹോദരന്മാരെ സ്തോത്രം നോക്കിയോർക്കണം. സ്തോത്രം. അവർ പ്രതിസന്ധികളിൽ വീഴാത്തവരാ. അവർ രോഗങ്ങൾ വന്നപ്പോൾ വീഴാത്തവരാ. നിന്ദകൾ വന്നപ്പോൾ വീഴാത്തവരാ. പരാജയപ്പെട്ടപ്പോൾ വീഴാത്തവരാ. കടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. മരണം കടന്നു വന്നപ്പോഴും സ്തോത്രം അവർ വീഴാത്തവരാ. അവരുടെ ജീവിതം നോക്ക്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് സ്തോത്രം. അതുകൊണ്ട് സാക്ഷ്യങ്ങളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. 11-ാം അധ്യായത്തിൽ സ്തോത്രം വിശ്വാസത്താൽ അവൻ ചെയ്തവരുടെ ഒരു വലിയ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പറയുന്നു അവൻ സ്തോത്രം ഇനിയും ഇവരൊക്കെ നോക്കിക്കേ. സ്തോത്രം. ഇവരൊക്കെ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ? നിന്നെ ഉണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ. ഇവർ വിളിച്ചു പറയുന്ന പ്രയാസങ്ങളുണ്ട് വിശ്വാസ ജീവിതത്തിൽ. എന്നാൽ നിന്നകളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ കടന്നു
Praise the Lord. Praise the Lord. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നത് be encouraged. There are people around you. അടുത്തുള്ള സഹോദരനെ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, നീ മാത്രമല്ല കേട്ടോ, നിന്റെ കൂടെ ഞാനുമുണ്ട്, നിന്റെ കൂടെ ഞാനുമുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്. സ്തോത്രം, സ്തോത്രം. നിന്റെ പ്രയാസങ്ങൾ ആമേൻ സ്തോത്രം നീ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, സ്തോത്രം ആമേൻ ഞാനും ഇതിനെ കൂടെ കഴിഞ്ഞു പോയാ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് കൂടി വരവന്റെ പ്രാധാന്യം. സ്തോത്രം. കടന്നു വരുമ്പോൾ ഓരോ സഹോദരന്മാരെ കാണുമ്പോൾ ഓർക്കണം, സ്തോത്രം, ഓ ഈ ബ്രദർ ആമേൻ ഈ പ്രതിസന്ധി ജീവിച്ചെങ്കിൽ എനിക്കും ജീവിക്കാൻ പറ്റും. ഈ പ്രയാസം ഈ സഹോദരന് ജീവിക്കാൻ പറ്റിയുമെങ്കിൽ I can also be successful. സ്തോത്രം, സ്തോത്രം. നമുക്ക് വായിക്കാം 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം എടുത്തു വെച്ചാൽ മതി. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാവീദിന്റെ ജീവിതത്തിൽ നിന്നാണ്. സ്തോത്രം. ഈ ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമായ ഒരു വ്യക്തി. സ്തോത്രം. അവന്റെ ഫാമിലിയിൽ ഒറ്റപ്പെട്ടവനായിരുന്നു. അവന്റെ ജീവിതത്തിൽ ഐസൊലേറ്റഡ് ആയിരുന്നു. 8ാമത്തെ മകനായി ജെസ്സിക്ക് വേണ്ടി ജനിക്കപ്പെട്ട ഈ ദാവീദിന്റെ ജീവിതത്തിൽ പലപ്പോഴും ഐസൊലേഷൻ അവന്റെ കൂട്ടാളിയായിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. ജനിച്ചപ്പോൾ തന്നെ സഹോദരന്മാർ അവനെ വേണ്ടാന്ന് വെച്ചു, അവനെ ദൂരെ ഓടിച്ചു വിട്ടു. സ്തോത്രം. അവർക്കെല്ലാം നല്ല തൊഴിലുകളൊക്കെ ഏറ്റെടുത്തപ്പോൾ അവൻ ഈ ദാവീദിന് കിട്ടിയത് എന്താണെന്നറിയാമോ? ആടിന്റെ പുറയില. സ്തോത്രം. ആടിന്റെ പുറയിലത്തെ ഈ ജീവിതമായിരുന്നു ഈ ദാവീദിന്. സ്തോത്രം. എന്നാൽ ഈ ആടിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഇവന്റെ ജീവിതത്തിൽ കൂടെ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ പറയാം, you may not be liked by everyone, but that's not because of who you are. It's because of what is going to happen in your life. പലരും നിന്നെ ഇഷ്ടപ്പെടാതിരിക്കും, അത് നിന്റെ കാരണമല്ല. സ്തോത്രം. പക്ഷെങ്കിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നിമിത്തമാണ് പലരും നിന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്നത്. എത്ര പേര് അങ്ങനത്തെ അവസ്ഥയിൽ എത്തിപ്പോയിട്ടുണ്ട്? കയ്യൊന്ന് ഉയർത്താമോ? സ്തോത്രം. പലർക്കും നീ ഒരു പ്രശ്നക്കാരനായി മാറും. സ്തോത്രം. ആ പ്രശ്നക്കാരനായി നീ മാറുന്നത് നിന്റെ ജീവിതത്തിലെ തകരാറല്ല. സ്തോത്രം. നീ ആരായി മാറാൻ പോകുന്നെന്ന് സ്തോത്രം നീ അറിയാതെ തന്നെ സ്തോത്രം ഇവനറിയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ടാണ് അവൻ നിന്നോട് ഇപ്പോഴേ ഒരയാൻ തുടങ്ങുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ പല സിറ്റുവേഷൻസ് കടന്നു വന്നു, പല സിറ്റുവേഷൻസ് അവൻ അനുഭവിക്കേണ്ടി വന്നു. സ്തോത്രം. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം പഠിക്കാൻ പറ്റും. സ്തോത്രം. അവൻ എവിടെ വെച്ചാണെങ്കിലും അവൻ ഇന്നത്തെ സിറ്റുവേഷൻ കൊണ്ടല്ല അവൻ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് സഹോദരന്മാരുടെ ഇടയ്ക്ക് അവന് കടന്നു പോകാനുള്ള സ്വാധീനമുണ്ടായത്. സ്തോത്രം. ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ചില ഡോറുകൾ നമ്മൾ അടയ്ക്കാൻ പോവുകയാണ്. വി അൺനോയിങ്ലി ക്ലോസ് സം ഡോർസ്. അതുകൊണ്ട് ഇന്നത്തെ സിറ്റുവേഷൻ കണ്ട് ഒരിക്കൽ പോലും റിയാക്ട് ചെയ്യാൻ അടുത്തുള്ള സിസ്റ്ററിനോട് ബ്രദറിനോട് ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞാട്ട് സ്തോത്രം ഇപ്പോൾ ഉള്ള കാര്യത്തിൽ പ്രതികരിക്കുന്നത്. സ്തോത്രം. ഇപ്പോഴുള്ള കാര്യത്തിന് വേണ്ടി പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളത്തെ ചില സംഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറ്റിയിടുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ സംബന്ധിച്ചോളം സ്തോത്രം അങ്ങനത്തെ ഇഷ്യൂസ് കയറി വന്നപ്പോഴും he was friendly. സ്തോത്രം. അവർ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് അവന് മനസ്സിലായി God is taking him to some levels. സ്തോത്രം. ഈ ശൗലുമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോഴും സ്തോത്രം ഈ ദാവീദിന്റെ റിയാക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു? സ്തോത്രം. കൂളായിരുന്നു. കൂളായിരുന്നു. എന്താ? സ്തോത്രം. Because he knew his blessing is not going to come from Saul. ശൗലിൽ കൂടെ അല്ല അവന് അനുഗ്രഹം വരാൻ പോകുന്നത്. ശൗല് എന്തൊക്കെ ചെയ്താലും അത് ഇമ്മറ്റീരിയലാണ്. അവന്റെ അനുഗ്രഹം അവന്റെ മുമ്പോട്ടുള്ള ഭാവി ദൈവത്തിന്റെ കരത്തിലാണെന്ന് പരിപൂർണ്ണ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ കഴിഞ്ഞ്
ഈ ദാവീദ് ഓടി എത്തി 30-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സിക്ലാഗ് എന്നൊരു സ്ഥലത്തിലേക്ക് ഓടി വരികയാണ്. സ്തോത്രം. ഈ സിക്ലാഗിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, ഈ ദാവീദ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സ്തോത്രം, അവര് ആണുങ്ങളെല്ലാം ചേർന്ന് ഫിലിസ്തീനെ അടിക്കാൻ ഓടി യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുകയാണ് സിക്ലാഗില്. വചനം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് ആ 30-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം, ശ്രദ്ധിച്ച്. ചെറിയൊരു അധ്യായമാണ്. സ്തോത്രം. 1 വർഷവും 4 മാസം മാത്രമേ അവർ സിക്ലാഗിൽ താമസിച്ചിട്ടുള്ളൂ. സിക്ലാഗിലേക്ക് കടന്നു വന്നപ്പോൾ ദാവീദ് ഫുൾ ഫാമിലിയുമായിട്ട് ഭാര്യമാരും മക്കളും എല്ലാം ഉണ്ട്. ഇവരാണുങ്ങളെല്ലാം ചേർന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി കടന്നുപോയ സമയത്ത് അവിടെ അവർക്ക് ജയം കിട്ടി. പക്ഷെങ്കിൽ തിരിച്ചു വന്നപ്പോൾ ക്യാമ്പ് മൊത്തം സൈലന്റ് ആയിട്ടിരിക്കുക. സ്തോത്രം. എന്ത് സംഭവിച്ചെന്നറിയാമോ? അമാലിക്യർ ആ സമയത്ത് വന്ന് സ്തോത്രം ഈ ഇസ്രായേൽ ജനങ്ങളുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവരങ്ങ് പോയി. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ എപ്പോഴേലും അമാലിക്യരെ പറ്റി നമുക്ക് പഠിക്കാം. അമാലിക്യർ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ അടിച്ചല്ല അവർ ജയിക്കുന്നത്. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവരുടെ സ്വഭാവം ഈ ശമൂവേലിന്റെ പുസ്തകങ്ങൾ നമുക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. അവരുടെ ഈ ഇസ്രായേൽ ജനങ്ങളുടെ വീക്ക്നെസ്സിനെ അറ്റാക്ക് ചെയ്യുന്നവരായിരുന്നു. സ്തോത്രം. അവരുടെ സ്ട്രെങ്ത്തിനെ അല്ല ഈ അമേരിക്കർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റ് എനിമീസ്, മറ്റ് ശത്രുക്കള് അവരുടെ സ്ട്രെങ്ത് എന്താണോ അവിടെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അമാലിക്കർ എങ്ങനെയായിരുന്നു? സ്തോത്രം. ഈ ഇസ്രായേൽ ജനങ്ങളുടെ വീക്ക്നെസ്സിനെ നോക്കി അതിനെ പിടിച്ചോണ്ട് വരും. സ്തോത്രം. ഇസ്രായേൽ ജനങ്ങളുടെ വീക്ക്നെസ് ആയിരുന്നു ഈ കുഞ്ഞുങ്ങളും ഭാര്യമാരും. ഇവർ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു സൈഡ് ചെന്നപ്പോഴത്തേക്ക് മറ്റേ സൈഡിൽ കൂടെ വീട്ടിൽ വന്നപ്പോൾ കുടുംബങ്ങളില്ല, കുഞ്ഞുങ്ങളില്ല, മൃഗങ്ങളില്ല, എല്ലാം പിടിച്ചോണ്ട് ഇവർ പോയി കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രശ്നം കഴിഞ്ഞ് തിരിഞ്ഞില്ല, അപ്പോഴത്തേക്ക് അടുത്ത പ്രശ്നമാണ്. ഒരു പ്രശ്നം കഴിഞ്ഞ് ഒരു ചൊന്നൊന്നും സമാധാനപ്പെട്ടില്ല. അതിന്റെ അവിടെ കിട്ടിയ ജയം ഒന്ന് സന്തോഷിക്കാൻ പോലും ഇതുവരെ ഒരു അവസരം കിട്ടിയില്ല. അതിനു മുമ്പ് അടുത്തൊരു പ്രശ്നമാണ്. രാവിലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിലതാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി, ഒരു ദുഃഖം കഴിയുമ്പോൾ തന്നെ അടുത്തതിലേക്ക് നീ കാലു വെക്കുകയാണെങ്കിൽ ഇന്ന് ഒരു കാലം തിരുവചനത്തിന് മുമ്പ് ഞാൻ പറയട്ടെ, എന്റെ നിന്റെയും സകല അവസ്ഥകളെയും അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. തിരിച്ചു വന്നപ്പോൾ ഫാമിലി ക്യാമ്പ് മൊത്തം ക്ലിയർ. അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ 30-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കി അറിയാം. സ്തോത്രം. അവരുടെ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി കടന്നുപോയ ആളുകൾ പോലും അവരുടെ കൂടെ ഇല്ലാതായി പോയി. അവരുടെ വീടുകളിൽ വന്നപ്പോൾ ഭാര്യമാരില്ല, കുഞ്ഞുങ്ങളില്ലാതെ കണ്ടപ്പോൾ ഇവർ പെട്ടെന്ന് ദാവീദിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ദാവീദിനെ അക്യൂസ് ചെയ്യാൻ തുടങ്ങിയ. സ്തോത്രം. ഒരു നേതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയങ്കരമായ സംഭവമാണ്. സ്തോത്രം. അവന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ വരെയും അവനോട് ദൂരം പോകുന്ന ഒരു അവസ്ഥ വന്നു. ഈ ദാവീദ് പൊട്ടിപ്പോവുകയാണ്. അവന്റെ കൂടെ ചെന്നതാ, യുദ്ധം ചെയ്തിട്ട് ജയത്തോട് കടന്നു വന്നപ്പോൾ ഇവന്റെ കൂടെ നിന്നവർ അവന്റെ കൂടെ ഇനി ഇല്ല എന്ന് കണ്ടപ്പോൾ ഇത് പൊട്ടി. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്ന തിരുവചനത്തിൽ. സ്തോത്രം. ബട്ട് ഡേവിഡ് encouraged himself in the Lord. അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയമെല്ലാം പുത്രന്മാരെയും പുത്രിമാരെയും ഓർത്ത് വ്യസനിച്ചിരിക്കുമ്പോൾ അവരെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദിനെ കല്ലെറിയണമെന്ന് കൂടെ നിന്ന ജനങ്ങൾ പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവേ സ്തോത്രം ഒറ്റപ്പെട്ടു എന്ന് കാണുമ്പോൾ എന്റെ കൂടെ നിൽക്കുവാൻ ആളുകളില്ല എന്ന് കണ്ടപ്പോൾ അവൻ സ്തോത്രം ദാവീദ് ചെയ്തതെന്നറിയാമോ? He went to the Lord. അവൻ ദൈവത്തിന്റെ പാദപെട്ടി വന്നു. തിരുവചനം പറയുന്നു അവൻ ദൈവത്തിൽ നിന്ന് തന്നെ ബലം പ്രാപിക്കുവാൻ. രാമൻ പറഞ്ഞാട്ടെ സ്തോത്രം. He encouraged himself in the presence of God. The law of encouragement.
Maybe there will be situations in your life where you are not able to find means of encouragement from your brother. നിന്റെ സഹോദരനിൽ നിന്ന് നിനക്ക് ഒരു ബലം കിട്ടാത്ത ചില അവസ്ഥകൾ വരും. വചനം വായിച്ചിട്ടും വചനം എന്നോട് സംസാരിക്കുന്നില്ലല്ലോ എന്ന് തോന്നുന്ന ചില അവസ്ഥകൾ നിനക്ക് വരും. എവിടെ നിന്നും എനിക്കൊരു ബലമില്ല, എന്നെ ഉത്സാഹിപ്പിക്കാൻ ഒരു വാക്ക് കിട്ടുന്നില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പറയുന്നു, ദാവീദ് അവന്റെ ബലം പ്രാപിച്ചത് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ. എന്റെ കഷ്ടകാലങ്ങൾ എന്റെ കൂടിരുന്നവനെ, എന്റെ പ്രയാസങ്ങൾ എന്റെ കൂടിരുന്നവനെ, എന്റെ മനോശ്വാസങ്ങളിൽ എന്റെ കൂടിരുന്നവനെ, I know you only can help me. നീ മാത്രമേ ഉള്ളൂ എന്നെ ബലപ്പെടുത്തുക. സ്തോത്രം. അവൻ ബലം പ്രാപിച്ചത് ദൈവത്തിന്റെ പാദപീഠത്തില. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതറിയാം, ബാക്കിയെല്ലാം താൽക്കാലികമാ, ബാക്കിയെല്ലാം മൊമെന്ററിയാ. ആമേൻ. സ്തോത്രം. ബാക്കിയെല്ലാം വന്നു പോകുന്നതാ. ഈ ദാവീദിന്റെ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ അവൻ പോയം എഴുതുന്നവനാ, പോയം പാട്ടെഴുതുന്നവനാ. The Lord is my shepherd, I shall not want. യഹോവ എന്റെ ഇടയനാകുന്നു. സ്തോത്രം. The Lord is the light of my life. എന്റെ ജീവിതത്തിന്റെ വെളിച്ചമെന്ന് പാടുന്നവനാ. സ്തോത്രം. അതാ അവന്റെ ഹൃദയത്തിന്റെ, അവന്റെ സ്വഭാവത്തിന്റെ സോഫ്റ്റ്നെസ് കാണിക്കുക. സ്തോത്രം. അതേ സമയത്ത് ഗോലിയാത്തിനെ കാണുമ്പോൾ പ്രതികരിക്കുന്നവനാ, കർഡിയെ കാണുമ്പോൾ പ്രതികരിക്കുന്നവനാ. അവന്റെ കെയറിൽ നിൽക്കുന്ന അവന്റെ ആനിമൽസിന് വേണ്ടി അവൻ ജീവൻ കൊടുക്കാൻ റെഡിയാ. സ്തോത്രം. നോക്കണം, ദാവീദിന്റെ ലൈഫാണ് ഞാൻ പറയുന്നത്. ഫ്രം as soft as the one who reacts his life to be a shepherd, ഒരു ഇടയനെ പോലെ ദൈവത്തെ കാണുന്ന ആ ജീവിതത്തിൽ നിന്ന്, സ്തോത്രം, കരടിയെ, ഗോലിയാത്തിനെ, സിംഹത്തെയൊക്കെ അവൻ വലിച്ചു കീറുന്നവനാ. ആ ലൈഫ് ബിറ്റ്വീൻ ദിസ് ടു ദിസ് അവൻ ഉരുകിപ്പോയ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത്. സ്തോത്രം. അത്രയ്ക്ക് ഒരു ബലമുള്ളവൻ ഉരുകിപ്പോ. അടുത്തുള്ള സഹോദരനെ കൈവച്ച് പറഞ്ഞാട്ടെ, ചിലപ്പോൾ ഉരുകിപ്പോ, ചിലപ്പോൾ ഉരുകിപ്പോ. പക്ഷെങ്കിൽ അന്നേരം തിരുവചനം പറയുന്നത് എന്താണെന്നറിയാമോ? ഈ 7-ാം വാക്യമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ 7-ാം വാക്യമാ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? സ്തോത്രം. അവന് ബലം കിട്ടിയത് ദൈവത്തിൽ നിന്ന്. സ്തോത്രം. നോക്കിയപ്പോൾ കൂടെ 600 പേരെ ഉള്ളൂ. ഈ 600 പേരെ കൊണ്ട് സ്തോത്രം ദാവീദ് ഇറങ്ങി. ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ അവനൊരു പുതിയ ബലം വരികയാ. സ്തോത്രം. ഈ 600 പേരെ കൊണ്ട് ദാവീദ് ഇറങ്ങി ചെന്നു. അവൻ ഒരു പ്രത്യേക സ്ഥലം വന്നപ്പോൾ ഒരു 6 ക്രോസ് ചെയ്യണം. അവിടെ വന്നപ്പോൾ സ്തോത്രം, കൂടെ ഉണ്ടായിരുന്ന 600 പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ബലമില്ല അതിനപ്പുറം പോകാൻ. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ, ഇനി ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. 200 പേര് അവിടെ ഇരുന്നു. ബാക്കി 400 പേരെ കൊണ്ട് പോയി അമാലേക്യരെ പിടിച്ചുകൊണ്ട് തിരിച്ചു വരികയാ. സ്തോത്രം. അവിടെ ചെന്ന അമാലേക്യരെ എല്ലാവരും നശിപ്പിച്ചു. ആ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഉള്ളതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. സ്തോത്രം. ഇനി അടുത്ത അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആമീൻ. സ്തോത്രം. ഈ സിക്ലാഗിൽ 1 വർഷം 4 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഇവിടെ അനുഭവിച്ച ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വർഷങ്ങൾ നീണ്ടു നിന്ന പോലെ തോന്നും. സ്തോത്രം. ഈ ചെറിയ കാലഘട്ടത്തിൽ അനുഭവിച്ച സ്തോത്രം ചില ലൈഫ് സിറ്റുവേഷൻ സ്തോത്രം ഒരു വലിയ പുസ്തകം എഴുതാനുള്ള കാര്യങ്ങളായി മാറി. സ്തോത്രം. ഈ ചെറിയ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ അവരുടെ കൂടെ വന്ന സംഭവങ്ങൾ സ്തോത്രം വലിയ നിന്ദകളുടെ അനുഭവങ്ങൾ പോലത്തെ ചില അവസ്ഥകളായി മാറി. സ്തോത്രം. എന്നാൽ അവിടെ നിന്ന് ദൈവം അവനൊരു യൂട്ടേൺ കൊടുക്കുകയാ. അവനിൽ നിന്ന് നശിപ്പിച്ചതും നഷ്ടപ്പോയതും എല്ലാം കർത്താവിന് വീണ്ടും കൊടുത്തു. സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? സ്തോത്രം. അവൻ സിക്ലാഗിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൻ അടുത്ത അധ്യായം, അവൻ 1-ാം അധ്യായം 2 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ശൗൽ ഇതിനിടയ്ക്ക് കൊല്ലപ്പെടുകയാ. സ്തോത്രം. ശൗലിന്റെ തലയിലുണ്ടായിരുന്ന കിരീടവുമായിട്ട് ആമീൻ ഒരു വ്യക്തി ആമീൻ സ്തോത്രം ദാവീദിന്റെ അടുത്തോട്ട് കടന്നു വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദാവീദ് ഈ ക്രൗണും കണ്ട് സ്തോത്രം
അവിടെ വെച്ചാണ് മനസ്സിലായത് എന്നെ സിക്ലാഗിൽ കൊണ്ടുവന്നത് എന്താണ്. സ്തോത്രം. പലപ്പോഴും യു മേ നോട്ട് ഫൈൻഡ് any means of encouragement. സ്തോത്രം. എന്നാൽ പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോൾ നീ പിടിച്ചു നിന്നു കഴിഞ്ഞാൽ എന്താണ് കർത്താവേ ഈ പ്രതിസന്ധിയിൽ കൂടെ എന്നെ കൊണ്ടുപോയെന്ന് സ്തോത്രം ദൈവം കാണിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. എന്താ കർത്താവേ ഈ കഷ്ടത്തിൽ നിന്ന് എന്നെ കൊണ്ടുപോയെന്ന് കാണിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. As he was passing through this life, he never knew. അവന്റെ ജീവിതത്തിൽ മനസ്സിലായില്ല എന്താ കർത്താവേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ ദൈവം പെട്ടെന്നാണ് കാര്യങ്ങളെ മാറ്റുന്ന ദൈവമാണ്. സ്തോത്രം. ആ വർഷങ്ങളായിട്ട് ശൗലുമായിട്ടുള്ള പോരാട്ടങ്ങൾ കഴിഞ്ഞ് അവന്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ കഴിഞ്ഞ് സ്തോത്രം ആമേൻ അവന് ആ ക്രൗൺ അവിടെ വെച്ചാണ് കടന്നു വന്നത്. രാമൻ പറഞ്ഞാട്ടെ. എല്ലാം മുട്ടുവന്ന് മടക്കിക്ക് കണ്ണുകൾ അടച്ചേ ഒരു നിമിഷം സ്തോത്രം കരങ്ങളൊന്ന് ഉയർത്തി ഇന്ന് രാവിലെ ഒന്ന് വിളിച്ചു പറയണം. സ്തോത്രം. സിക്ലാഗിൽ എനിക്ക് കിരീടം കിട്ടും. സിക്ലാഗിൽ എനിക്ക് കിരീടം കിട്ടും. സിക്ലാഗിൽ എനിക്ക് കിരീടം കിട്ടും. സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? അവിടെ വെച്ചാണ് സ്തോത്രം അവന്റെ ബലം വന്നത് യഹോവയിൽ നിന്ന് തന്നെയാണ്. He encouraged himself in the presence of God. He encouraged himself in the presence of God. He encouraged himself in the presence of God. സ്തോത്രം. കഴിഞ്ഞ 4 മാസങ്ങൾ കൂടി നീ കടന്നുപോയ ചിലത് നീക്ക് സഹിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളാണ്. ദൈവത്തിന് ആത്മാവ് പറയുന്നു സ്തോത്രം കഴിഞ്ഞ 4 മാസങ്ങളിൽ കൂടെ നീ കടന്നുപോയത് നിനക്ക് സഹിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളിൽ കൂടാണ്. സ്തോത്രം. ആമേൻ. എന്നാൽ ഒരു കാര്യം പറയാം, നീ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നിനക്ക് കിരീടം കടന്നു വരാൻ പോകുക. നീ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നിനക്കൊരു കിരീടം കടന്നു വരാൻ പോകുക. നിന്റെ പുറകെ നടന്ന ശൗല് നിന്റെ പുറകെ നിന്റെ ജീവന് വേണ്ടി ഓടാൻ വേണ്ടി നിന്റെ ജീവനെ പിടിക്കാൻ വേണ്ടി കടന്നു വരാൻ നിന്ന ശൗലിന്റെ പരാജയം പറ്റിയത് നിനക്ക് കിരീടം കിട്ടിയത് ഈ സിക്ലാഗിലാണ്. The law of support. The law of support. ഒരു പക്ഷേ ഒരു മനുഷ്യൻ നിന്നെ ബലപ്പെടുത്താൻ കാണുകയില്ല. എങ്കിലും സ്തോത്രം നിനക്ക് ചാരാൻ ഒരു തൂണുണ്ട്. രാവിലെ എത്ര പേര് ആ തൂണിലേക്ക് ഒന്ന് ചാരാൻ? നിനക്ക് ചാരാൻ ഒരു തൂണുണ്ട്. നിനക്ക് ചാരാൻ ഒരു തൂണുണ്ട്. നിനക്ക് ചാരാൻ ഒരു തൂണുണ്ട്. അവന്റെ അടുത്തോട്ട് നിനക്ക് പോകാം. You can talk to him. എന്ത് വേണേലും പറയാം. He will listen to you. ഒരു കുഞ്ഞിനെ പോലെ നിനക്ക് സംസാരിക്കാം. ഒരു കുട്ടിയെ പോലെ നിനക്ക് സംസാരിക്കാം. പ്രതികരിക്കാം. നിന്റെ ഫ്രസ്ട്രേഷൻസ് പറയാം. നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ പറ്റി പറയാം. നടക്കാത്ത കാര്യങ്ങളും നടന്ന കാര്യങ്ങളും വിഷയങ്ങളെല്ലാം നിനക്ക് പറയാം. Maybe you are looking for someone. എന്നെ അത് ബലപ്പെടുത്താൻ ആരുമില്ല എന്ന് ഇന്ന് പകൽക്കാലം നിനക്ക് തോന്നുന്നെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ഒറ്റപ്പെട്ട അവസ്ഥകളിൽ നിന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ഒരു ദൈവമുണ്ട്. 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 ഒരു ദൈവമുണ്ട്. സ്തോത്രം. നിന്റെ ബലം അവനിൽ മാത്രമേ ഉള്ളൂ. 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 ബാക്കിയെല്ലാം പാസിംഗാണ്. ബാക്കിയെല്ലാം താൽക്കാലികമാണ്. ബാക്കിയെല്ലാം കടന്നു പോകും. മെഡിക്കൽ റിപ്പോർട്ട് നിനക്ക് എൻകറേജ്മെന്റ് തരത്തില്ല കേട്ടോ. ബട്ട് ഐ കമാൻഡ് യു ഇൻ ജീസസ് നെയിം, നിന്റെ എൻകറേജ്മെന്റ് ആമേൻ യഹോവയിലായിരിക്കണം. അവനില്ലാത്തത് ഉള്ളതുപോലെ സൃഷ്ടിച്ചവൻ. പാഴ് ശൂന്യമായിരിക്കുന്ന ഒരു ഭൂമിയെ നോക്കി ഉണ്ടാകട്ടെ 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 എന്ന് വിളിച്ചു പറഞ്ഞവരാ. ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞവരാ. നിന്റെ എഡ്യൂക്കേഷൻ നിന്നെ എൻകറേജ് ചെയ്യുന്നില്ല. നിന്റെ സാധ്യതകൾ നിന്നെ എൻകറേജ് ചെയ്യുന്നില്ല. നിന്റെ ലൈഫ് സിറ്റുവേഷൻ നിന്നെ എൻകറേജ് ചെയ്യുന്നില്ല. Don't worry about that. Don't worry about that. Praise the Lord. നിങ്ങൾ കുവൈറ്റിലാണെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന റിവൈവൽ ക്രിസ്ത്യൻ ചർച്ച് അബ്ബാസിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കടന്നു വരൂ, നമുക്കൊന്നിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് ആരാധിക്കാം. കർത്താവായ യേശുവിനെ ഉയർത്താം. ജീവനുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാം. God bless you.